നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയ മെനു കാർഡിന്റെ റൈറ്റ് സൈഡ് ആയിരിക്കും പലപ്പോഴും നോക്കുന്നത്. റൈറ്റ് സൈഡിലാണ് മറ്റേ പ്രൈസ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഡിഷാണ്. ഡിഷ് നമ്മൾ നോക്കൂല. അങ്ങനെ ഫൈനാൻഷ്യലി ഏബിൾ അല്ല ലെഫ്റ്റ് സൈഡ് നോക്കി ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം നമുക്ക് വരണ്ടേ? വേണ്ടേ? ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കണം. റൈറ്റ് സൈഡ് നോക്കാൻ തിരിഞ്ഞു നോക്കാതെ മെനു എടുത്തിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഫൈനാൻഷ്യലി നമ്മൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ സാലറി നമ്മുടെ കമ്പനിയിൽ നിന്ന് വരും, ബാങ്കുകാർ എടുത്തുകൊണ്ട് പോകും. ഒരു 20 തീയതി കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയല്ല, ദാരിദ്ര്യത്തിൻ്റെ അകത്താണ് അല്ലേ? പിന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചൊക്കെ ആയിരിക്കും റൺ ചെയ്യുന്നത്. ശരാശരി പ്രവാസിയുടെ കാര്യമാണ് പറയണേ. സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ലക്ഷ്യമുണ്ടാക്കിയെടുക്കണം. ഒരുപാട് പൈസ സമ്പാദിക്കുന്ന ആളല്ല ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നത്, ആ സമ്പാദിക്കുന്നത് മാനേജ് ചെയ്യാൻ പഠിക്കുന്ന ആളാണ്. 10,000 ദിർഹംസ് ശമ്പളം കിട്ടുന്നവനും 1000 ദിർഹംസ് ശമ്പളം കിട്ടുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അച്ചടക്കം ഇല്ലെങ്കിൽ. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് സെയിൽസുകാർക്ക് അല്ലേ? ഏതെങ്കിലും ഒരു സെയിൽസുകാരനോട് സൂപ്പർവൈസറോ മാനേജറോ പറയോ മതി ഇത്രയും സെല് ചെയ്താൽ മതി, ഇനി കൂടുതൽ വിൽക്കരുത് പ്ലീസ്, നീ കൂടുതൽ വിൽക്കരുത് എന്ന് ഒരു സെയിൽസ്മാനോടും ഒരു സൂപ്പർവൈസറും പറയൂല. നീ വിറ്റോടാ, കേറിപ്പോടാ മോനെ, മോനെ നീ കേറിപ്പോടാന്നേ പറയുള്ളൂ അല്ലേ? സെയിൽസിലാണ് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഏൺ ചെയ്യാൻ.